പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മലങ്കര സഭയിൽ കിഴക്കിൻ്റെ കാതോലിക്കേറ്റ് സ്ഥാപിച്ച പരിശുദ്ധ അബ്ദേദ് മിശിഹോ പാത്രിർക്കീസ് ബാവായുടെ 110ാമത് ഓർമ്മ പെരുന്നാളാണ് ഓഗസ്റ്റ് 15-ന്. ഈ സന്ദർഭത്തിൽ ആ പരിശുദ്ധ പിതാവിനെ അനുസ്മരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. പരിശുദ്ധ ഇഗ്നാത്യോസ് അബ്ദേദ് മിശിഹോ രണ്ടാമൻ പാത്രിർക്കീസ് അദ്ദേഹത്തെ പോലെ ആത്മീയ വിജയവും അതുപോലെ ഭൗതിക ദുരന്തവും ഒരേ സമയം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള വ്യക്തികൾ ചരിത്രത്തിൽ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. മധ്യപൂർവേഷ്യയിലെ ക്രിസ്തുമതത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രക്ഷുബ്ധമായ ഒരു കാലഘട്ടത്തിലാണ് പാത്രിയർക്കീസ് എന്ന നിലയിൽ അദ്ദേഹം സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്ക് നേതൃത്വം നൽകിയത്. സഭാ സ്വാതന്ത്ര്യത്തോടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത പ്രതിബദ്ധതയും ശ്രേഷ്ഠമായ നേതൃത്വവും അനുഭവിക്കേണ്ടി വന്ന നിരന്തരമായ പീഡനങ്ങളും എന്നിവയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ചരിത്രത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തിയിരിക്കുന്നു. കിഴക്കിൻ്റെ കാതോലിക്കേറ്റ് മലങ്കരയിൽ സ്ഥാപിച്ചതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായി ചരിത്രം വിലയിരുത്തുന്നത്. അതിലൂടെ പുരാതന സുറിയാനി സഭാ പാരമ്പര്യവുമായുള്ള ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് സ്വയംഭരണാവകാശവും സ്വാതന്ത്ര്യവും കൈവരിക്കുവാൻ സാധിച്ചു. എന്നാൽ അബ്ദേദ് മിശിഹോ പാത്രിർക്കീസിൻ്റെ ജീവിതം ഏറെ പ്രതിസന്ധികൾ നിറഞ്ഞതായിരുന്നു. താരതമ്യേന ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം മെത്രാപ്പോലീത്തായും പാത്രിയർക്കീസുമായി. രാജ്യത്തിൻ്റെ പരമാധികാരിയായിരുന്ന സുൽത്താൻ ആദ്യകാലത്ത് അദ്ദേഹത്തെ പിന്തുണച്ചിരുന്നു. അദ്ദേഹത്തെ മെത്രാപ്പോലീത്ത സ്ഥാനത്തേക്ക് ഉയർത്തിയ പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ബാവായും ആ സ്ഥാനത്തേക്ക് എത്താൻ പിന്തുണ നൽകിയ സുൽത്താൻ അബ്ദുൽ ഹമീദും അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ വിശ്വാസമർപ്പിച്ചിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ഉന്നത സ്ഥാനങ്ങളിൽ എത്താനുണ്ടായ സാഹചര്യം ഇതായിരിക്കാം. ഏറെക്കാലം സുറിയാനി സഭയെ നയിക്കാമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചു. സഭയ്ക്കുള്ളിൽ അധികാരത്തിനു വേണ്ടി നടന്ന കിടമത്സരങ്ങൾ, അതുപോലെ ക്രിസ്ത്യാനികൾക്കെതിരെ തുർക്കിയിലുണ്ടായ അതിക്രമങ്ങൾ, ഭരണാധികാരികളിൽ നിന്നും നേരിട്ട വിശ്വാസവഞ്ചന, സാമ്പത്തിക പ്രതിസന്ധി, കടുത്ത ക്ഷാമം, ഒടുവിൽ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെയും പടർന്നുകൊണ്ടിരുന്ന മഹാമാരിയുടെയും ഇടയിൽ 61 വയസ്സ് മാത്രമുള്ളപ്പോൾ സംഭവിച്ച മരണം, ഇവയെല്ലാം അബ്ദേദ് മിശിഹോയെ ദുരന്തങ്ങൾക്കിടയിലും ക്രൈസ്തവമായ പ്രത്യാശ നിലനിർത്തിയ ഒരു സവിശേഷ വ്യക്തിത്വമാക്കി മാറ്റുന്നു. ഓട്ടോമൻ സാമ്രാജ്യത്തിലെ അല്ലെങ്കിൽ പഴയ തുർക്കി രാജ്യത്തെ മർദീൻ പ്രവിശ്യയിലുള്ള ഖലത്മാറ ഗ്രാമത്തിലാണ് 1854 ജൂലിയോസ് അബ്ദേദ് മിശിഹോ ജനിച്ചത്. സുറിയാനി ക്രിസ്ത്യാനികൾ നൂറ്റാണ്ടുകളായി അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു അത്. എന്നാൽ മുസ്ലിങ്ങളായ കുർദിഷ് ഗോത്രവിഭാഗങ്ങളിൽ നിന്നും ഓട്ടോമൻ സർക്കാരിൽ നിന്നും അവർക്കേറെ അടിച്ചമർത്തലുകൾ നേരിടേണ്ടതായി വന്നു. 12 വയസ്സുള്ളപ്പോൾ അദ്ദേഹം പ്രശസ്ത സുറിയാനി സന്യാസ കേന്ദ്രമായിരുന്ന കുർക്കുമോദേറായിൽ ചേർന്നു. ചെറുപ്പത്തിൽ തന്നെ അനാഥനായ അദ്ദേഹത്തെ പത്രോസ് തൃതീയൻ പാത്രിർക്കീസ് ദേറായിലേക്ക് ദത്തെടുക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. 19ാമത്തെ വയസ്സിൽ അദ്ദേഹം സന്യാസവ്രതങ്ങൾ സ്വീകരിച്ചു. 21ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒരു പുരോഹിതനായി. അദ്ദേഹത്തിൻ്റെ ആത്മീയവും ബൗദ്ധികവുമായ കഴിവുകളും ലാളിത്യവും പത്രോസ് തൃതീയൻ ബാവ ശ്രദ്ധിച്ചിരുന്നു.
പാത്രിയർക്കീസ് 1886 അദ്ദേഹത്തെ സിറിയയിലെ മെത്രാപ്പോലിത്തയായി ഉയർത്തി. പരിശുദ്ധ പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് 1894 കാലം ചെയ്തപ്പോൾ സഭയിൽ വലിയ ഒരു നേതൃത്വ പ്രതിസന്ധി ഉണ്ടായി. ഒരു വിഭാഗം നേതാക്കന്മാർ ആമീദിലെ മെത്രാനായിരുന്ന ഗ്രിഗോറിയോസ് അബ്ദുള്ളയെ പിന്തുണച്ചു. മറുവിഭാഗം അബ്ദേദ് മെസിഹായെയും പിന്തുണച്ചു. എന്നാൽ സുൽത്താൻ അബ്ദുൽ ഹമീദിൻ്റെ ഇടപെടൽ അബ്ദേദ് മെസിഹോയ്ക്ക് അനുകൂലമായിരുന്നു. 1895 ജൂൺ 14 സുന്നഹദോസ് അദ്ദേഹത്തെ അന്ത്യോക്യ പാത്രിയർക്കീസായി തിരഞ്ഞെടുത്തു. 1896 സെപ്റ്റംബർ 9 സുൽത്താൻ അധികാരപത്രം നൽകി അദ്ദേഹത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചു. അദ്ദേഹം പാത്രിയർക്കാ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് അധികം വൈകാതെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരെ അക്രമങ്ങളും കൂട്ടക്കൊലകളും ഉണ്ടായി. മുസ്ലിം ഭൂരിപക്ഷമുള്ള കുർദിഷ് ഗോത്രങ്ങളും സുൽത്താൻ ഹമീദിൻ്റെ സേനയും പരസ്പര ധാരണയോടുകൂടി ദിയാർബക്കീർ, മർദീൻ തുടങ്ങിയ നഗരങ്ങളിലെയും സമീപ ഗ്രാമങ്ങളിലെയും ക്രിസ്ത്യാനികളെ ആക്രമിക്കാൻ തുടങ്ങി. അർമേനിയക്കാർക്കും അസീറിയക്കാർക്കും ഇതര ക്രിസ്ത്യാനികൾക്കുമെതിരായി ആസൂത്രിതമായി നടന്ന ആ അക്രമത്തിൽ 3 ലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാവുകയും ചെയ്തു. ഹമീദീൻ കൂട്ടക്കൊലകൾ എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഈ അക്രമങ്ങൾ അർമേനിയക്കാരെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചതെങ്കിലും സുറിയാനി ഓർത്തഡോക്സ്, കൽദായ സുറിയാനി സമൂഹങ്ങളും അതിക്രമങ്ങൾക്ക് ഇരയായി. അക്രമങ്ങളും കൊലപാതകങ്ങളും അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ഭരണ നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് പാത്രിയർക്കീസ് അക്രമകേന്ദ്രമായിരുന്ന ദിയാർബക്കീറിലേക്ക് യാത്ര ചെയ്തു. ദുരിതമനുഭവിക്കുന്ന സ്വന്തം ജനങ്ങൾക്കു വേണ്ടി പള്ളികൾ അദ്ദേഹം രക്ഷാസങ്കേതങ്ങളായി തുറന്നുകൊടുത്തു. പക്ഷേ കൂട്ടക്കൊലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. തൻ്റെ ആജ്ഞ അനുസരിച്ച് ആയുധങ്ങൾ താഴെ വെച്ച സുറിയാനിക്കാരെ പട്ടാളം ആക്രമിച്ച് കൊലപ്പെടുത്തിയത് അദ്ദേഹത്തെ ഒട്ടൊന്നുമല്ല വേദനിപ്പിച്ചത്. കത്തുന്ന ഗ്രാമങ്ങളും കൂട്ടക്കൊലകളും നശിപ്പിക്കപ്പെട്ട പള്ളികളും കണ്ടപ്പോൾ താൻ പിന്തുണച്ചിരുന്ന ഓട്ടോമൻ ഭരണകൂടത്തിലുള്ള വിശ്വാസം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു. പാശ്ചാത്യ ശക്തികളായ ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ മിഷനറിമാർ തുർക്കിയിലെ സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇരുന്നത്. അവരുടെ സഭകളിൽ ചേരുന്ന ക്രിസ്ത്യാനികൾക്ക് ഈ രാജ്യങ്ങളുടെ സ്ഥാനാപതി കാര്യാലയങ്ങൾ സംരക്ഷണം വാഗ്ദാനം ചെയ്തു. അവരോടൊപ്പം ചേർന്നവർക്ക് വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമ്പത്തിക സഹായം എന്നിവ അവർ നൽകിക്കൊണ്ടിരുന്നു. നിരവധി സുറിയാനി ക്രിസ്ത്യാനികളും അർമീനിയക്കാരും കൽദായരും ഫ്രഞ്ച് മിഷൻ്റെ സഹായം സ്വീകരിച്ച് കത്തോലിക്ക സഭയിൽ ചേർന്നു. കുറേ ആളുകൾ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലും അംഗത്വം നേടി. മിഷണറിമാരിൽ നിന്ന് അകന്നു നിന്നതുകൊണ്ട് സഭയുടെ സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെട്ടെങ്കിലും കത്തോലിക്ക പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ പിന്തുണ ലഭിക്കാതിരിക്കാൻ ഇത് കാരണമായി. അധികാരമേറ്റ് 10 വർഷം കഴിഞ്ഞപ്പോൾ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് 1905 തുർക്കി സുൽത്താൻ പാത്രിയർക്കീസിൻ്റെ അധികാരപത്രം പിൻവലിച്ചു. ഇത് പാത്രിയർക്കീസിന് ഓട്ടോമൻ സാമ്രാജ്യത്തിലെ സുറിയാനി സഭയുടെ മേലുണ്ടായിരുന്ന ഭൗതികമായ ഭരണാധികാരം നഷ്ടപ്പെടുന്നതിന് കാരണമായി. എന്നാൽ പാത്രിയർക്കീസ് എന്ന നിലയിൽ തുർക്കി രാജ്യത്തിന് പുറത്തുള്ള സുറിയാനി സഭ അദ്ദേഹത്തെ അംഗീകരിച്ചിരുന്നു.
സുറിയാനി സഭയുടെ അംഗീകൃത നിയമസംഹിതയായ ഹുദായ കാനോൻ ഗ്രിഗോറിയോസ് ബാരബ്രായ സമാഹരിച്ച ഹുദായ കാനോൻ അനുസരിച്ച് സഭയിലൊരു പാത്രിർക്കീസ് ഉള്ളപ്പോൾ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് മറ്റൊരാൾ പാത്രിർക്കീസ് പദവിയിലെത്തിയാൽ ആദ്യ പാത്രിർക്കീസ് തന്നെ യഥാർത്ഥ ഭരണാധികാരിയായി പരിഗണിക്കപ്പെടുന്നു. ആ നിലയ്ക്ക് പിന്നീട് പാത്രിർക്കീസായി അധികാരപത്രം ലഭിക്കുകയും ഭരണനിർവഹണം നടത്തുകയും ചെയ്ത അബ്ദുള്ള പാത്രിർക്കീസ് കാനൂനുകൾക്ക് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് കാണുവാനായിട്ട് കഴിയും. മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിക്കണമെന്നുള്ള ആവശ്യം മുളന്തുരുത്തി സുനഹദോസ് മുതലുള്ള കാലത്ത് പല സന്ദർഭങ്ങളിലും ഉയർന്നിട്ടുണ്ട്. അന്ത്യോക്യൻ സുറിയാനി സഭയിൽ നിന്ന് 18-ാം നൂറ്റാണ്ട് മുതൽ വന്നുകൊണ്ടിരുന്ന മെത്രാന്മാർ മലങ്കരയിൽ ഭിന്നിപ്പുണ്ടാക്കി അധികാരം നിലനിർത്താൻ ശ്രമിച്ചവരാണ്. ഇവിടെ നിന്ന് ആവശ്യമുള്ളപ്പോഴൊക്കെ ധനശേഖരണം നടത്താനും വിശുദ്ധ മൂറോൻ വിൽപ്പന നടത്തി പണമുണ്ടാക്കാനും പള്ളികളിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ കൈക്കലാക്കാനും ആണ് അവർ ഉത്സാഹിച്ചിരുന്നത്. പാലക്കുന്നത്ത് മാത്യൂസ് മാർ അത്താനാസിയോസ് അന്ത്യോക്യ പാത്രിർക്കീസിൽ നിന്ന് നേരിട്ട് മെത്രാൻ സ്ഥാനം സ്വീകരിച്ചതോടെ മലങ്കര മെത്രാപ്പൊലീത്ത സ്ഥാനം ലഭിക്കണമെങ്കിൽ പാത്രിർക്കീസ് കനിയണം എന്ന ഒരു അവസ്ഥയുമുണ്ടായി. 1909 മലങ്കരയിൽ വന്ന പരിശുദ്ധ അബ്ദുള്ള പാത്രിർക്കീസ് ഇടവക പള്ളികളുടെ സ്വത്തുക്കൾ പാത്രിർക്കീസിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ ആവശ്യം മലങ്കര മെത്രാപ്പൊലീത്തായ്ക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് 1911 മലങ്കര മെത്രാപ്പൊലീത്ത ആയിരുന്ന വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്നാസ്യൂസ് മെത്രാപ്പൊലീത്തായെ സ്ഥാനഭ്രഷ്ടനാക്കി സഭയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പാത്രിർക്കീസ് ശ്രമിച്ചത്. ഇതോടെ ഏറെക്കാലമായി സമുദായം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കാതോലിക്കേറ്റ് സ്ഥാപനം കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായി മാറി. മലങ്കര മെത്രാപ്പൊലീത്തായുടെയും മാനേജിംഗ് കമ്മിറ്റിയുടെയും അഭ്യർത്ഥന പ്രകാരം 1912 പരിശുദ്ധ അബ്ദേൽ മിശിഹോ പാത്രിർക്കീസ് മലങ്കരയിലെത്തുകയും മുറിമറ്റത്തിൽ പൗലോസ് മാർ ഇവാനിയോസ് മെത്രാപ്പൊലീത്തായെ കിഴക്കിൻ്റെ കാതോലിക്ക ആയി വാഴിക്കുകയും ചെയ്തു. 1912 സെപ്റ്റംബർ 15 നിരണത്തെ പുരാതനമായ വിശുദ്ധ മർത്തമറിയം പള്ളിയിൽ വെച്ച് മൊറാൻമാർ ബസേലിയോസ് പൗലൂസ് ഒന്നാമൻ എന്ന പേരിൽ മലങ്കരയിലെ പ്രഥമ കാതോലിക്ക സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. പ്രഥമ കാതോലിക്കായെ വാഴിച്ചതുകൂടാതെ സഭയ്ക്ക് 3 മേൽപ്പട്ടക്കാരെയും അദ്ദേഹം വാഴിച്ചു. ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് കല്ലാശ്ശേരിൽ, ഗീവർഗീസ് മാർ പിലക്സിനോസ് കാരുചിറ, യുയാഖീം മാർ ഇവാനിയോസ് കരോട്ട് വീട്ടിൽ എന്നിവരെ മെത്രാപ്പൊലീത്താമാരായി വാഴിച്ച് സഭയെ വലിയ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹം രക്ഷിച്ചു. കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനം കൊണ്ട് ഇന്ത്യയിലെ സുറിയാനി ഓർത്തഡോക്സ് സഭയ്ക്കുണ്ടായ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? അത് നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം. ഒന്നാമത്, സഭയുടെ തലവനായി കാതോലിക്ക വാഴിക്കപ്പെട്ടു. ആത്മീയവും ഭരണപരവുമായ കാര്യങ്ങളിൽ അങ്ങനെ സ്വയംഭരണം ഉറപ്പാക്കി. തുർക്കിയിലെ പാത്രിർക്കീസിനെ ആശ്രയിക്കാതെ മെത്രാന്മാരെ നിയമിക്കാനും വിശുദ്ധ മൂറോൻ കൂദാശ നടത്താനും സഭയ്ക്ക് അവകാശമുണ്ടായി. രണ്ടാമത്, അപ്പസ്തോലിക പാരമ്പര്യത്തിൻ്റെ ഒരു തുടർച്ച
അതിലൂടെ ലഭിക്കുകയുണ്ടായി. സഭയുടെ അന്തസ്സും അപ്പസ്തോലിക സ്വത്വവും നിലനിർത്തിക്കൊണ്ട് കിഴക്കിൻ്റെ കാതോലിക്കോസ് എന്ന പദവി പാത്രിയർക്കീസ് പുനരുജ്ജീവിപ്പിച്ചു. മാർത്തോമാ ശ്ലീഹായുടെ അപ്പോസ്തോലിക പിന്തുടർച്ച എന്ന ആശയം ഇതിലൂടെ ഉയർത്തിപ്പിടിക്കാനായിട്ട് സാധിച്ചു. മൂന്നാമത്, സഭയുടെ നിയന്ത്രണം, അധികാരം എന്നിവ സംബന്ധിച്ച് ഉയർന്നുകൊണ്ടിരുന്ന തർക്കങ്ങൾക്കും കേസുകൾക്കുമുള്ള തന്ത്രപരമായ ഒരു പ്രതികരണം കൂടിയായിരുന്നു കാതോലിക്കേറ്റിൻ്റെ സ്ഥാപനം. നാലാമതായി, സുറിയാനി ഓർത്തഡോക്സ് സഭയുമായുള്ള ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് മാറാതെ തന്നെ സഭയ്ക്ക് ഓറിയൻ്റൽ ഓർത്തഡോക്സ് ദൈവശാസ്ത്രവും ആരാധനാക്രമവും സംരക്ഷിക്കുവാനായിട്ട് സാധിച്ചു. അഞ്ചാമതായി, മലങ്കരയിലെ വിശ്വാസ സമൂഹത്തിൽ നിന്ന് ഒരു കാതോലിക്ക ഉണ്ടായത് ഇവിടുത്തെ വിശ്വാസികളുടെ സാംസ്കാരികവും ഭാഷാപരവുമായ ആവശ്യങ്ങളുമായി കൂടുതൽ സംവദിക്കാനുള്ള അവസരം ഉണ്ടാക്കി. ആറാമതായി, കത്തോലിക്ക സ്ഥാപനം ഇന്ത്യയിലെ സഭാംഗങ്ങളുടെ മനോവീര്യവും ഐക്യവും വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി. വൈദേശിക ആധിപത്യത്തിൽ നിന്ന് മാറി സഭാപരമായ അന്തസ്സിൻ്റെയും ദേശീയ സ്വത്വത്തിൻ്റെയും പ്രതീകമായി കാതോലിക്കേറ്റ് മാറി. ഏഴാമതായി, രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഭദ്രാസനങ്ങൾ, പള്ളികൾ, സെമിനാരികൾ, മിഷൻ കേന്ദ്രങ്ങൾ, ആശ്രമങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ തുടങ്ങിയവയുടെ ഏകോപനം സാധ്യമാക്കുന്ന വിധത്തിൽ തദ്ദേശീയവും സ്ഥിരതയുള്ളതുമായ ഒരു നേതൃത്വ ഘടന കാതോലിക്കേറ്റിലൂടെ ലഭിച്ചു. 1934 ഭരണഘടനാ നിർമ്മാണത്തിലൂടെ കാതോലിക്കേറ്റ് കൂടുതൽ ജനാധിപത്യ സ്വഭാവം കൈവരിച്ചു. വിവിധ സുന്നഹദോസുകൾ, മാനേജിംഗ് കമ്മിറ്റി തീരുമാനങ്ങൾ, മലങ്കര അസോസിയേഷനുകൾ എന്നിവയിലൂടെ വ്യവസ്ഥാപിത ഭരണം നിലനിർത്താനും കഴിഞ്ഞു. കാതോലിക്കേറ്റ് സ്ഥാപിക്കാൻ തയ്യാറായതിലൂടെ പരിശുദ്ധ അബ്ദേൽ മിശിഹോ പാത്രിയർക്കീസ് മലങ്കര സഭയെ ശിഥിലീകരണത്തിൽ നിന്ന് രക്ഷിക്കുകയും ആധുനിക യുഗത്തിലേക്കുള്ള സഭയുടെ വളർച്ച ഉറപ്പാക്കുകയും ചെയ്തു. ഒന്നാം ലോകമഹായുദ്ധത്തിനും അസീറിയൻ വംശഹത്യയ്ക്കുമിടയിൽ 1915 ഓഗസ്റ്റ് 30 കാലം ചെയ്ത പരിശുദ്ധ പിതാവിൻ്റെ ഭൗതിക ശരീരം തുർക്കിയിലെ മർദീനിലുള്ള പുരാതന പാത്രിയർക്ക ആസ്ഥാനമായ കുർക്കുമോ ദേറായിൽ കബറടക്കിയിരിക്കുന്നു. 1.5 ലക്ഷത്തോളം സുറിയാനി ക്രിസ്ത്യാനികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട അസീറിയൻ വംശഹത്യയുടെ പാരമ്യതയിലായിരുന്നു അദ്ദേഹത്തിൻ്റെയും വിയോഗം. അദ്ദേഹത്തിൻ്റെ 110-ാം ഓർമ്മ മലങ്കര ഓർത്തഡോക്സ് സഭ വിശുദ്ധ കന്യകമറിയാമിൻ്റെ സ്വർഗാരോഹണ പെരുന്നാളിനോടൊപ്പവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തോടൊപ്പവും ഓഗസ്റ്റ് 15 ആചരിക്കുന്നു. കാതോലിക്കേറ്റ് സ്ഥാപനത്തിലൂടെ മലങ്കര സഭയ്ക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന പരിശുദ്ധ അബ്ദേൽ മിശിഹോ പാത്രിയർക്കീസ് ബാവായെ നമുക്ക് വിസ്മരിക്കുവാൻ കഴിയുകയില്ല.